ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കിയാലോ? ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളിത്തീയൽ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതിലേക്ക് അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ നമുക്ക് നല്ല പോലെ വറുത്തെടുക്കണം. പിന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. തേങ്ങ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 5-6 കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുരുമുളക് വയറ്റിനൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ വറുക്കണം. പിന്നെ തീയലിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി നമ്മൾ ഈ തേങ്ങ വറുക്കുന്ന സമയത്തെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പം അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. വീഡിയോസൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ശ്രമിച്ച് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. തേങ്ങയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാലും മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുക അടി പിടിച്ചിട്ട്. ഇപ്പോൾ ഇനി തേങ്ങയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി. ഇതിലെ പൊടികളുടെ ക്വാണ്ടിറ്റി നല്ല കുറച്ചാണ് ചേർക്കുന്നത്, കാരണം കുറച്ച് തേങ്ങയെ ഞാനിപ്പം മൂത്തെടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പം നമ്മുടെ എരിവിനും ഒക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് എത്രയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പൊടികളുടെ അളവും കൂട്ടണം കേട്ടോ. ഇനിയില്ലേ ആ പൊടി നല്ല പോലെ മൂത്ത് കിട്ടണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് മൂത്ത് കിട്ടണം. അതൊരു 2 മിനിറ്റ്സൊക്കെ നമ്മളൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വറുത്തെടുത്ത തേങ്ങ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് നല്ല പോലെ തണുക്കട്ടെ കേട്ടോ, നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ആ സെയിം ചീനച്ചട്ടി ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വഴറ്റാനിടാം. നിങ്ങളുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് നല്ലപോലെ അതും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അടച്ച് വെച്ച് വേവിക്കാം നമുക്ക്. ചെറിയ ഉള്ളിയില്ലേ ഇങ്ങനെ നീളനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കേണ്ട, എന്നാൽ പെട്ടെന്ന് അടി പിടിക്കും. കുറച്ച് കട്ടിക്ക് നമ്മൾ അരിഞ്ഞെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉള്ളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചില്ലേ തേങ്ങ, അത് നല്ല പോലെ അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരയണം കേട്ടോ. തേങ്ങയും പിന്നെ പുളിയില്ലേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ പുളിയും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. പുളിയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം കേട്ടോ. നല്ല പോലെ അരയണം കേട്ടോ. നമ്മൾ മൂപ്പിക്കാൻ വെച്ചില്ലേ ഉള്ളി, അത് ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും കേട്ടോ. ഇനി
ഇനിയില്ലേ നമുക്ക് അരച്ചെടുത്ത കൂട്ട്, ഉള്ളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ ബാക്കി അരപ്പ് കാണുമല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് നമുക്ക് തീയലിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് നല്ല ചാറായിട്ട് കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇത് നല്ലതായിട്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനലിൽ എല്ലാവരുടെയും കമൻസൊക്കെ അറിയിക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.